ഹായ്. സോ നമ്മുടെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്തു, പാസ് ചെയ്തു, ക്ലിയർ ചെയ്തു. ബോത്ത് ഗ്രൂപ്പ് പാസ്സായവരുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം പാസ്സായവരുണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായ ആൾക്കാരുണ്ടാവും. സോ ബോത്ത് ഗ്രൂപ്പ് പാസ്സായ ആൾക്കാർക്ക് എന്ത് ചെയ്യും, ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യും. ദെൻ ഇപ്പോൾ ക്ലിയർ ചെയ്യാത്ത ആളുകൾക്ക് ഇനി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അവരെങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, ബോത്ത് എഴുതണോ, സിംഗിൾ ഗ്രൂപ്പ് എഴുതണോ, അപ്പോൾ എക്സാം പാറ്റേൺ ടോട്ടലി ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, കൺഗ്രാറ്റുലേഷൻ ഫോർ ആൾ യു ക്ലിയർഡ് ഇൻ ദിസ് അറ്റംപ്റ്റ്, ദിസ് November 23 അറ്റംപ്റ്റ്. ഒരുപാട് പേര് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. അടുത്ത സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പിന് അവർ എലിജിബിൾ ആയിട്ടുണ്ട്. പലരും ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ അവർക്ക് ഇനി 2 വിഷയം മാത്രം എഴുതേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത്. പല വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഒന്നുകൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. സോ November 23 നമുക്ക് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 2 ഗ്രൂപ്പിലും കൂടെ 8 പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു, ലോ ഉണ്ടായിരുന്നു, കോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, ദെൻ ടാക്സ് ഉണ്ടായിരുന്നു, ടാക്സ് തന്നെ GST ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. 60-50 എന്നുള്ള രീതിയിലായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതെല്ലാം 100 മാർക്സിനായിരുന്നു. റൈറ്റ്, 100 മാർക്സിനായിരുന്നു. ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്, ഓഡിറ്റിംഗ്, EAS, SM, FM എക്കണോമിക്സ് ഇങ്ങനെയായിരുന്നു. ഓരോന്നിനും 100 മാർക്സ് വെച്ചിട്ടായിരുന്നു. EAS, SM ഒക്കെ 50-50, FMR എക്കണോമിക്സ് 50-50 ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഞാൻ സ്റ്റാർ മാർക്ക് ഇട്ടിരിക്കുന്നത്, അതായത് ലോ, ദെൻ ടാക്സ്, ഓഡിറ്റിംഗ്, EAS, SM ഇതിനെല്ലാം മിക്സ്ഡ് ആയിരുന്നു. MCQ 30 മാർക്സിനും 70 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവും. ബാക്കിയുള്ള പ്രോബ്ലം പേപ്പേഴ്സ് എന്ന് പറയാൻ നമുക്ക് അക്കൗണ്ട്സ്, കോസ്റ്റിംഗ്, അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്, FMR എക്കണോമിക്സ് ഇവ എല്ലാം 100 മാർക്സും ഡിസ്ക്രിപ്റ്റീവും ആയിരുന്നു. റൈറ്റ്, ഇതാണ് November 23 നടന്ന കാര്യം. ഇനി May 24 വരുവാണെന്നുണ്ടെങ്കിൽ 8 പേപ്പറിൽ എന്തായിട്ടുണ്ട്, 6 പേപ്പറായിട്ടുണ്ട്. ഗ്രൂപ്പ് 1 അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ്, ലോ, ദെൻ ടാക്സ്, അതിൽ തന്നെ DTയും GSTയും തന്നെയാണ്, പക്ഷേ മാർക്സ് മാറിയിട്ടുണ്ട്, 50-50 ആയിട്ടുണ്ട്. 50-50 ആയിട്ടുണ്ട്. ദെൻ ഗ്രൂപ്പ് 2 നോക്കുവാണെങ്കിൽ കോസ്റ്റിംഗ്, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്, FMR SM അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലുണ്ടായിരുന്ന കോസ്റ്റിംഗ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നേരെ സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ട്. കോസ്റ്റിംഗ് സെക്കൻഡ് ഗ്രൂപ്പിലോട്ട് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 3 പേപ്പർ, സെക്കൻഡ് ഗ്രൂപ്പിൽ 3 പേപ്പർ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എഴുതേണ്ട പേപ്പർ ഏതാ? സെക്കൻഡ് ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ കോസ്റ്റിംഗ് എഴുതണോ? വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എഴുതണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രൂപ്പ് 1 ക്ലിയർ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പ് 1 ഈ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി 2 പേപ്പർ എഴുതിയാൽ മതി. ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് എന്നുള്ള പേപ്പറും ദെൻ FM ആൻഡ് SM എന്നുള്ള പേപ്പറും. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഒരു ഡൗട്ട് ഉണ്ടാവേണ്ടത് എത്രയായിരിക്കും മാർക്ക് വേണ്ടതെന്നാണ്. ഇൻഡിവിജ്വൽ പേപ്പേഴ്സിന് 40 മാർക്സ് തന്നെ, അഗ്രിഗേറ്റ് 50%. അപ്പോൾ നിങ്ങൾ 100 മാർക്സ് വേണ്ടി വരും നിങ്ങൾക്ക് ഈ 2 സബ്ജക്റ്റിന് ജയിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ അത്? ഓക്കെ, ഇൻഡിവിജ്വൽ 40%, അഗ്രിഗേറ്റ് 100 മാർക്സ് വേണ്ടി വരും. ഈ 2 സബ്ജക്റ്റിനും കൂടെ നിങ്ങൾക്ക് എന്ത് വേണം? 100 മാർക്സ് നേടണം. ഗ്രൂപ്പ് 1 ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഈ അറ്റംപ്റ്റിൽ നിങ്ങൾ ഗ്രൂപ്പ് 2 ആണ് ക്ലിയർ ചെയ്തത്, ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തവന് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾഷിപ്പിന് പോകാം അല്ലേ. നിങ്ങൾ ITT, GMCS അതിൻ്റെയൊക്കെ പുതിയ വേർഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾ ഈ അറ്റംപ്റ്റിൽ ഗ്രൂപ്പ് 2 ആണ് ക്ലിയർ ചെയ്തെന്നുണ്ടെങ്കിലോ? പിന്നെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് ഗ്രൂപ്പ് 1 ആണ്. അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് നിങ്ങൾ ഇവിടെ വീണ്ടും എഴുതേണ്ട എക്സംഷൻ ഉണ്ട്. നിങ്ങൾക്ക് ലോ എഴുതണം, ടാക്സ് എഴുതണം. അത് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, നിങ്ങൾ കോസ്റ്റിങ്ങും കൂടെ എഴുതണം. അപ്പോൾ ഗ്രൂപ്പ് 2 ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എഴുതാനുള്ളത് ഏതാണ്? ഗ്രൂപ്പ് 1 ആണ്. സോ ഗ്രൂപ്പ് 1 എഴുതുമ്പോൾ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് വീണ്ടും എഴുതണ്ട. കാരണം ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് നിങ്ങൾ ആൾറെഡി ക്ലിയർ ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് 1 അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് അഗൈൻ എഴുതണോ? വേണ്ട, എക്സംപ്റ്റഡ് ആണ്. ലോ എഴുതണം, കാരണം നിങ്ങൾ നേരത്തെ ലോ ക്ലിയർ ചെയ്തിട്ടില്ല. ടാക്സ് എഴുതണം, 50-50 ആയിരിക്കും, GSTക്കും ഡയറക്റ്റ് ടാക്സസിനും. ദെൻ ഇപ്പോൾ ഉള്ള സെക്കൻഡ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗ് നിങ്ങൾ ഒന്നും കൂടെ എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിലാണല്ലോ കോസ്റ്റിംഗ് കിടന്നിരുന്നത്, അത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് നിങ്ങൾ ഒന്നും കൂടെ എഴുതണം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പ് ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാനുള്ളവർക്ക് പാസ്സാവേണ്ട മാർക്ക് എത്രയായിരിക്കും? 150 ആണ്. 150 വേണ്ടി വരും. 40 + 40 + 40 120 ആവുള്ളൂ. പോരാ, 50% വേണം. സോ 150 വേണ്ടി വരും പാസ്സാവാൻ. ഇനി നമ്മൾ എക്സംഷൻ നോക്കുവാണെങ്കിലോ, എക്സംഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അക്കൗണ്ട്സ് എക്സംപ്റ്റഡ് ആണെങ്കിൽ പുതിയതിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ട്സ് എഴുതണ്ട. ലോ ആണെങ്കിൽ ലോ എഴുതണ്ട. കോസ്റ്റിംഗ് എക്സംപ്റ്റഡ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലെ കോസ്റ്റിംഗ് എഴുതണ്ട. അത് ആ ഇൻഡിവിജ്വൽ പേപ്പേഴ്സിന് മാത്രമായിരിക്കും ആ എക്സംഷൻ കിട്ടുക. ബാക്കിയുള്ള പേപ്പേഴ്സിന് എന്ത് ചെയ്യണം? ബാക്കിയുള്ള മാർക്സുകളും നമ്മൾ വാങ്ങേണ്ടി വരും. ഇനി ഒരു മെയിൻ ചേഞ്ച് എന്താണ്? എക്സാം പാറ്റേണിലാണ്.
എക്സാം പാറ്റേണിൽ നവംബർ 20, അതായത് നിങ്ങളിപ്പോൾ എഴുതിയ എക്സാമാണ്, നവംബർ 23 നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരുന്നു? നമുക്ക് ലോ, ടാക്സ്, ASNSM ആൻഡ് ഓഡിറ്റ്, നമ്മളിവിടെ സ്റ്റാർ മാർക്ക് ഇട്ട് ലോ അല്ലേ, ലോ, ടാക്സ്, ഓഡിറ്റിങ്, EASSM, ഈ 4 പേപ്പേഴ്സും എങ്ങനെയായിരുന്നു? 30 മാർക്സ് MCQയും 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു അല്ലേ. 30 മാർക്സ് എന്തായിരുന്നു MCQ, 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു. അതർ സബ്ജക്റ്റ് 100 മാർക്സിനും ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയിരുന്നത്. ബട്ട് മെയ് 24 എല്ലാ സബ്ജക്റ്റും, അക്കൗണ്ട്സ് ആയിക്കോട്ടെ, കോസ്റ്റിംഗ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റും ഇനി മുതൽ എന്താണ്? 30% MCQ ആണ്, 70% ഡിസ്ക്രിപ്റ്റീവ് ആണ്, വിത്ത് നോ നെഗറ്റീവ് മാർക്ക്. ശ്രദ്ധിക്കണേ, നെഗറ്റീവ് മാർക്ക് ഇല്ല, നമ്മുടെ ഫൗണ്ടേഷൻ പോലെ എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല, നോ നെഗറ്റീവ് മാർക്കാണ്. 30% MCQ ആണ്, 70% ഡിസ്ക്രിപ്റ്റീവ് ആണ്. പലർക്കും ഡൗട്ട് ഉണ്ട്, നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇല്ല, ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദർ ഇസ് നോ നെഗറ്റീവ് മാർക്സ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു സംഭവം, നമുക്ക് നേരത്തെ ഈ 4 പേപ്പേഴ്സിന് MCQ ആയിരുന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഈ MCQക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുക്ക്ലെറ്റ് തന്നായിരുന്നു. MCQന് ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. ആ ബുക്ക്ലെറ്റ് PDF ആയിട്ട് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഇല്ല. പകരം നമ്മുടെ ഒരു വീഡിയോ തന്നെ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നോളജ് പോർട്ടലിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. സോ MCQ പ്രാക്ടീസ് നിങ്ങൾക്ക് എവിടെ കിട്ടും? BOS നോളജ് പോർട്ടലിൽ സ്റ്റുഡൻറ്റ് ലോഗിൻ വിത്ത് SRO, നിങ്ങളുടെ SRO വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗിൻ ചെയ്യുക. അവിടെ എല്ലാ സബ്ജക്റ്റിനുമുള്ള MCQ, കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ അവൈലബിൾ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ അവൈലബിൾ ആണ്. അതിൽ തന്നെ 3 രീതിയിൽ, സിമ്പിൾ, മീഡിയം, ഡിഫിക്കൽട്ടി എന്ന് 3 ലെവലിൽ തന്നെ അവിടെ അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ, ചാപ്റ്റർ വൈസ് ആണത്. ഓക്കെ, കുറച്ചുകൂടി ഈസി ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും സിസ്റ്റത്തിൽ നിന്നും ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾ അവെയർ ആവണം. ഇത് ആൾറെഡി അവൈലബിൾ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയ മുതൽ തന്നെ ഇതും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യരുത്? MCQ ബുക്ക്ലെറ്റ് എന്താ വരാത്തതെന്നും ചോദിച്ച് നിൽക്കരുത്. MCQ ബുക്ക്ലെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി ഇറക്കുമെന്ന് അറിയില്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? BOS നോളജ് പോർട്ടലിൽ ഈ MCQ പ്രാക്ടീസിന് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. സിമ്പിൾ, മീഡിയം, ഡിഫിക്കൽട്ടി എന്നുള്ള ലെവലിൽ എന്ത് അവൈലബിൾ ആണ്? ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിഗ് ചേഞ്ചസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. നവംബർ 23 സിലബസിൽ നിന്നും മെയ് 24 സിലബസിലോട്ട് വരുമ്പോൾ ഇത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല. എക്സാം പാറ്റേൺ ശ്രദ്ധിക്കുക. MCQ ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്, 30-70 ആണ്. ദെൻ അത് ഈ ഒരു BOS നോളജ് പോർട്ടലിൽ പോയിട്ട് വളരെ കൃത്യമായിട്ടുണ്ട് നോക്കുക. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫെയിലായിരിക്കുന്ന സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ എഴുതിയ എക്സാമിന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല, പ്രതീക്ഷിച്ച മാർക്ക് വന്നിട്ടുണ്ടാവില്ല, ജയിക്കും നിങ്ങൾ ഉറപ്പിച്ച് കാണും, ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ പ്രതീക്ഷയായിരുന്നു, ഒരു ഗ്രൂപ്പേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മാർക്സ് ഒന്നും കൂടെ നോക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല എനിക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ സർട്ടിഫൈഡ് കോപ്പീസിന് അപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അഖില മാമിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്, ട്രിപ്ലൈസ് എന്നുള്ള യൂട്യൂബ് ചാനൽ തന്നെ കിടപ്പുണ്ട്, അതൊന്ന് കാണുക എന്നുള്ളതാണ്. അത് ഫൗണ്ടേഷൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്, അത് തന്നെയാണ് CA ഇൻ്ററിനുള്ളത്. അപ്പോൾ ഫെയിൽഡ് സ്റ്റുഡൻസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ 181 എന്ത് ചെയ്തിട്ടുണ്ട്? 200 ആയിട്ടുണ്ട് CA ഫൈനലിന്. സർട്ടിഫൈഡ് കോപ്പി എടുത്തപ്പോൾ റിസൾട്ട് മാറിയിട്ടുണ്ട്. റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. പല ആളുകളെയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, റിസൾട്ട് മാറിയതായിട്ട് കാണും. പക്ഷെ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ എഴുതിയ മാർക്ക് കിട്ടിയില്ല, എനിക്കിതിന് എക്സംഷൻ കിട്ടണമായിരുന്നു, കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തോന്നുകയാണെങ്കിൽ സർട്ടിഫൈഡ് കോപ്പി തന്നെ എടുക്കുക. സർട്ടിഫൈഡ് കോപ്പി തന്നെ എടുക്കുക. സർട്ടിഫൈഡ് കോപ്പി ആകുമ്പോൾ 500 റുപ്പീസ് കൊടുത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. റൈറ്റ് ഇൻഫർമേഷൻ അല്ലാതെ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റ് വഴി തന്നെ എടുക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ എടുക്കുക. നിങ്ങൾ ജസ്റ്റ് വെരിഫിക്കേഷൻ ആണെങ്കിൽ 100 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. വെരിഫിക്കേഷനിൽ അവർ ജസ്റ്റ് മാർക്ക് കൗണ്ടേ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് പേപ്പർ കിട്ടില്ല. അപ്പോൾ അത് നോക്കുക. സെപ്പറേറ്റ് വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ദെൻ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. നിങ്ങളൊന്ന് സെൽഫ് അസസ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ചിലപ്പോൾ പാസ്സാവുമെന്ന് വിചാരിച്ച് കാണും, അല്ലെങ്കിൽ മതിയായ ടൈം കിട്ടി കാണില്ല അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണൽ കോഴ്സിൽ ഒരു 80%
നിങ്ങളുടെ കയ്യിലാണ്. അതായത് ഏതാണോ സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലാണ്, അവൻ്റെ എഫേർട്ടിലാണ് കാര്യം കിടക്കുന്നത്. അപ്പോൾ ആ എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടോ, അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഉണ്ടായിരുന്നോ എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ 80% ആണ്. ഈ 80% ശ്രദ്ധിക്കുക. കാരണം സിലബസിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ടാക്സിലൊക്കെ മാറ്റങ്ങളുണ്ട്, അസസ്മെൻറ്റ് ഇയർ മാറിയിട്ടുണ്ട്. അത്തരം അമെൻമെൻറ്റ്സുകളും കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സിൻ്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ഫുള്ളി ക്ലാസ് കാണണമെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും അമെൻറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിരിക്കണം. അതിനുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണുക. ആൻഡ് മാക്സിമം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം 80%ഉം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എഫേർട്ടാണ്, നിങ്ങളുടെ പ്രാക്ടീസാണ്. അപ്പോൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, അത് ന്യൂ മെറ്റീരിയൽസിൻ്റെ PDF ഇപ്പോഴേ അവൈലബിൾ ആണ്, സൈറ്റിൽ അവൈലബിൾ ആണ്, ഫ്രീലി അവൈലബിൾ ആണ്. സ്റ്റഡി മെറ്റീരിയൽ, അതിലെ ക്വസ്റ്റ്യൻസ്, ഇല്ലുസ്ട്രേഷൻസ്, ദെൻ RTP. അതായത് അതിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ പുതിയ സിലബസ് പ്രകാരം അലൈൻ ചെയ്ത് നിങ്ങൾ RTP ചെയ്യേണ്ടി വരും. ഇപ്പോൾ AAA സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ ആ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് ആ RTP എവിടേക്കാണ് വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ബുക്ക് കൊടുത്തതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അമെൻമെൻറ്റ് വന്നതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയകാല ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റെലവൻ്റ് അല്ലാത്തതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് RTP നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും 4 ഇയേഴ്സിൻ്റെ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 4 ഇയേഴ്സ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പ് വരുത്തണം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, സജസ്റ്റഡ് ആൻസേഴ്സ് കിടപ്പുണ്ടാവും. അതും 4 ഇയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതും ഞാൻ പറഞ്ഞ പോലെ AAAയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ബുക്കിൽ അതും ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ വേണ്ട അമെൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുത്തി വെച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പിന്നെ ചെയ്യേണ്ടത് മോക്ക് 1ഉം മോക്ക് 2ഉം. അത് നമുക്ക് അവസാനമായിരിക്കും ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ പഠനങ്ങളൊക്കെ കഴിഞ്ഞത്. കാരണം ഫുൾ ടെസ്റ്റാണ്. ഫുൾ ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇപ്പോൾ കഴിയുന്നതിൻ്റെ മോക്ക് 1, മോക്ക് 1, 2 അവൈലബിൾ ആണ്. അതും ചെയ്യാം. ഇനി മെയ് 24 മോക്ക് 1ഉം മോക്ക് 2ഉം വരും. അതും ചെയ്യുക എന്നുള്ളതാണ്. RTPയും മെയ് 24 അപ്പോൾ ഈ 4ഉം ആ 1ഉം 5 മോക്ക് 1, 2 കഴിഞ്ഞ എക്സാമിൻ്റെത്, അടുത്ത എക്സാമിൻ്റെത്. പിന്നെ നിങ്ങളിപ്പോൾ എഴുതിയതിൻ്റെ സജസ്റ്റ് ആൻസേഴ്സ് ഏകദേശം നമ്മുടെ എക്സാമിൻ്റെ ഒരു 1 മന്ത് അടുപ്പിച്ചൊക്കെ ആയിരിക്കും സൈറ്റിൽ അവൈലബിൾ ആവുക. അതും ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഉറപ്പ് വരുത്താൻ പറ്റും. എക്സാം ഹാളിൽ ഭയങ്കര ടഫ് എന്ന് വിചാരിച്ച പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും, അയ്യോ ഇത് ഇത്രയേ ഉള്ളായിരുന്നോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് എക്സാം പ്രഷർ നമ്മളെ അലട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഈ ഒരു സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത്. പാസ്സാവാനുള്ള ക്രൈറ്റീരിയ ഇത് തന്നെയാണ്. സ്റ്റഡി മെറ്റീരിയൽ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ICA മെറ്റീരിയൽസ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ RTP, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോക്ക് 1 ആൻഡ് മോക്ക് 2. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ MCQs. ഏതാണ് MCQ ഫുള്ള് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയാണ് നമ്മൾ പാസ്സാവാൻ ചെയ്യേണ്ടത്. ഇത് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അത് ബോത്ത് ഗ്രൂപ്പിൻ്റെ ചെയ്യാൻ എനിക്ക് ടൈം ഉണ്ടാവുമോ അതോ സിംഗിൾ ഗ്രൂപ്പിൻ്റെ എനിക്ക് സമയം ഉണ്ടാവുമോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഒരു 1 മന്തിനുള്ളിൽ നിങ്ങൾ ഉറപ്പിക്കണം ഞാൻ ബോത്ത് ഗ്രൂപ്പാണോ അതോ സിംഗിൾ ഗ്രൂപ്പാണോ ഇത്തവണ എഴുതാൻ പോകുന്നുള്ളത്. 6 സബ്ജക്റ്റേ ഉള്ളൂ. അപ്പോൾ അത് വിചാരിച്ച് ബോത്ത് ഗ്രൂപ്പ് തന്നെ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് എഫേർട്ട് ഇടേണ്ട സംഭവമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഇപ്പോൾ രണ്ടോ ഇല്ല, ടു പ്രിപ്പയർ ഫ്രം ഹിയർ സിംഗിൾ ഗ്രൂപ്പ് ഓർ ബോത്ത് ഗ്രൂപ്പ്. ഇത്രയാണ് നിങ്ങളുടെ അജണ്ട. ഇതാണ്. ഞാൻ സ്റ്റഡി മെറ്റീരിയലിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കാണും. RTP 4 RTP 4+1 വരാൻ പോകുന്ന RTP അടക്കം 5 RTP ഞാൻ കവർ ചെയ്തിരിക്കും. സജസ്റ്റഡ് ആൻസേഴ്സ് 4+ ഇനി വരാൻ പോകുന്നു ഇത്തവണ നടന്നതിൻ്റെ അടക്കം 5 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ദെൻ മോക്ക് 1, മോക്ക് 2 അത് നവംബർ 23 നിങ്ങൾ ചെയ്യും. ദെൻ മെയ് 24 നിങ്ങൾ ചെയ്യും. ഇത്രയും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് മനസ്സറിഞ്ഞ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു കാര്യം കൂടെ ഇതും കൂടെ നിങ്ങൾക്ക് തരുവാണ്, ഒരു സജഷനും കൂടെ പറയുകയാണ്. നിങ്ങൾ ഈ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്, 7 Laws of Clearing CA Final. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, CA Final എന്നാണെങ്കിലും ഇത് CA Inter എന്ന് മാറ്റി നിങ്ങളങ്ങ് വായിച്ചാൽ മതി. കുറച്ച് പഴയ ബുക്കാണ്, ബട്ട് ഇപ്പോഴും അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. നിതിൻ സോണി എഴുതിയ ഒരു ബുക്കാണ്. 83 പേജസേ ഉള്ളൂ. വളരെ കുറച്ച് പേജസ്, 83 പേജസ് നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേ കൊണ്ടോ ഒരു 1 ഡേ കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുന്നത്. ഡെയിലി ഇപ്പോൾ ഒരു 10 പേജാണെങ്കിൽ പോലും 8 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും എങ്ങനെയാണ് റാങ്ക് ഹോൾഡേഴ്സൊക്കെ CA പഠിച്ചിരുന്നുള്ളതെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. ദെൻ CA ക്ലബ് ഇന്ത്യയൊക്കെ നിങ്ങൾക്ക് പോയി നോക്കിയാൽ ഇത്തവണ
പാസ്സായ ഫസ്റ്റ് റാങ്ക് ഹോൾഡറും സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ എന്ത് കാണാൻ പറ്റും, ഇൻ്റർവ്യൂസിൻ്റെ റിട്ടേൺ ഫോം കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് മോട്ടിവേഷൻ തരുന്നതാണ്. ഞാനൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ അത് വർക്കാവുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലൊക്കെ ഒന്ന് പോയി നോക്കുക, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അവരെങ്ങനെയാണ് പഠിച്ചത്, അവർ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ടോ, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, അവർ പഠിക്കുക മാത്രമായിരുന്നോ, എങ്ങനെ അവർക്ക് റാങ്ക് കിട്ടിയത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. ക്ലബ് ഇന്ത്യയിൽ കിടപ്പുണ്ട്, CA ക്ലബ് ഇന്ത്യയിൽ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് അതിൽ ആർട്ടിക്കിൾസിൽ കിടപ്പുണ്ടാവും, അത് നോക്കുക. ഈ ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്ന് വായിക്കണം എന്നുള്ളത്. നിങ്ങൾ ഫസ്റ്റ് വായിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും എൻഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കാണാൻ പറ്റും. കീ ടേക്ക് അവേസ് അതൊന്ന് വായിച്ച് നോക്കുക. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് ഒന്ന് വായിച്ച് നോക്കുക. ഈ കീ ടേക്ക് അവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പാസ്സാവുക എന്നുള്ളതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ 20-80 റൂളും 30-70 റൂളൊക്കെ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്തൊരു ബുക്കാണ്, അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതൊരു ടൈം വേസ്റ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഗൂഗിളിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, കിട്ടുമേ. ദ 7 laws ഓഫ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും. ദ 7 laws ഓഫ് ക്ലിയറിംഗ് CA ഫൈനൽ. CA ഫൈനലിനല്ല, CA ഇൻ്ററിനും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ഇതിലെ ഓരോ രീതികളും CA ഇൻ്ററിനും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വേറെ ഡൗട്ട്സുകളോ കാര്യങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വേറെ ഏതെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഇതുമായി റിലേറ്റ് ചെയ്ത വേറെ ഡൗട്ട്സുകൾ, കാര്യങ്ങൾ, ആർട്ടിക്കിൾഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത വേറെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ എന്ത് ചെയ്യും, റിപ്ലൈ തരുന്നതായിരിക്കും. സോ നന്നായിട്ട് തുടങ്ങുക. നിങ്ങൾ ഇപ്പോൾ സംഭവിച്ച ഒരു ചെറിയ തോൽവിയെ, അല്ലെങ്കിൽ ഈ ഒരു തോൽവിയെ നിങ്ങൾ വല്ലാതെ ഇത് ചെയ്തെടുക്കരുത്. അതൊരു പ്രചോദനമാക്കി എടുക്കുക. അടുത്ത അറ്റംപ്റ്റിൽ നല്ല വാശിയോടെ പഠിക്കുക, അല്ലെങ്കിൽ നല്ല കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളത് പഠിക്കുക. അത് നിങ്ങൾക്ക് ഈ ബുക്ക് വായിച്ചാൽ കിട്ടും. എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എക്സാം പാസ്സാവേണ്ട രീതിയിൽ പഠിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യണം, May 24 നമ്മുടെ അറ്റംപ്റ്റ് ആക്കണം. ഓക്കെ.